ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ എന്ന് പറയുന്ന ഒരു പോമാണ്. ദ പോം ഈസ് റിട്ടൺ ബൈ റാൽഫ് വാൽഡോ എമേഴ്സൺ. ഈ പോം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലയും അണ്ണാനും, അതായത് മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ, ഇവർ തമ്മിലൊരു വാക്ക് തർക്കമാണ്. ഈ മൗണ്ടെയിൻ താൻ വലിയവനും അണ്ണാൻ ചെറിയവനും എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അണ്ണാനോട്. അപ്പോൾ അണ്ണാനായി കൊടുക്കുന്ന ഒരു റിപ്ലൈ കൂടിയിട്ടാണ് ഈ പോം. ഒരു കോൺവെർസേഷണൽ ടൈപ്പ് പോമാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോം. ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാഡ് എ ക്വാറൽ. മൗണ്ടെയിൻ മലയും ആൻഡ് ദ സ്ക്യൂറൽ അണ്ണാനും ഹാഡ് എ ക്വാറൽ. ക്വാറൽ മീൻസ് വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട്, വാക്കേറ്റം എന്നൊക്കെ പറയാം. അപ്പം മൗണ്ടെയിനും സ്ക്യൂറലും തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. ആൻഡ് ദ ഫോർമർ കോൾ ദ ലേറ്റർ ലിറ്റിൽ പ്രിഗ്. ഇവിടെ ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആളെന്നാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് മൗണ്ടെയിൻ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഫോർമർ മൗണ്ടെയിനും ലേറ്റർ മീൻസ് സെക്കൻഡ് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ ആൾ. അപ്പോൾ രണ്ടാമത് പറഞ്ഞാൽ ഒരു സ്ക്യൂറലാണ്. അതുകൊണ്ട് ലേറ്റർ സ്ക്യൂറലും ഫോർമർ മൗണ്ടെയിനും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ മൗണ്ടെയിൻ സ്ക്യൂറലിനോട് പറയാണ് ലിറ്റിൽ പ്രിഗ്. ലിറ്റിൽ പ്രിഗ് എന്ന് വിളിക്കുകയാണ് സ്ക്യൂറലിനെ. ലിറ്റിൽ പ്രിഗ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്തവൻ എന്നുള്ളൊരു അർത്ഥമാണ്. ഒരു സുപ്പീരിയറിറ്റി കാണിക്കുന്ന രീതിയിലൊരു സംസാരമാണ് മൗണ്ടെയിൻ സ്ക്യൂറലിനെ വിളിക്കുന്നത്. താൻ വലുത് അത് ചെറുതെന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. വിലയില്ലാത്തവൻ എന്ന രീതിയിൽ വിളിക്കുകയാണ് സ്ക്യൂറലിനെ. ആൻഡ് ദ ബൺ റിപ്ലൈഡ്. ഇവിടെ ബൺ എന്ന് പറഞ്ഞാൽ സ്ക്യൂറലാണ്. ടെക്സ്റ്റിൽ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ബൺ ഹിയർ സ്ക്യൂറൽ. യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. സംശയമൊന്നുമില്ല, നീ വലിയവൻ തന്നെ. ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗെദർ ടു മേക്ക് അപ്പ് എ ഇയർ. അപ്പം ഈ ബൺ സ്ക്യൂറൽ കൊടുക്കുന്ന റിപ്ലൈ ആണിത്. സംശയമൊന്നുമില്ല, നീ വലിയവൻ തന്നെ, എന്നാലും എല്ലാ സാധനങ്ങളും എല്ലാ കാലാവസ്ഥയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഒരു വർഷമാകുന്നത്. അതായത് ഓൾ സോർട്സ് ഓഫ് തിങ്സ് എല്ലാ സാധനങ്ങളും ആൻഡ് വെദർ എല്ലാ കാലാവസ്ഥയും മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗെദർ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ടു മേക്ക് അപ്പ് എ ഇയർ ഒരു വർഷം ആകുന്നത്. ആൻഡ് എ സ്ഫിയർ. സ്ഫിയർ മീൻസ് എർത്ത്. ഇവിടെ മീനിങ് എർത്ത്, ഭൂമി എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയും സാധനങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഒരു വർഷമാവുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു ഭൂമിയും ഉണ്ടാകുന്നത്. ഭൂമിയാവാൻ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടണം. മൗണ്ടെയിനും സ്ക്യൂറലും ഒക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് അതൊരു ഭൂമിയാവുന്നത്. ആൻഡ് ഐ തിങ്ക് നോ ഡിസ്ഗ്രേസ് ടു ഓക്യുപ്പൈ മൈ പ്ലേസ്. ഡിസ്ഗ്രേസ് മീൻസ് അപമാനം. അപ്പോൾ ബൺ പറയാണ് എൻ്റെ സ്പേസിൽ നിൽക്കുന്നത് എനിക്കൊരു അപമാനമല്ല. അതായത് സ്ക്യൂറൽ പറയുന്നത് അതിന് അതിൻ്റേതായ ഒരു സ്ഥാനം ഉണ്ട് എന്നാണ്. പിന്നീട് പറയുന്നത് ഇഫ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു, യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ. ഈ സ്ക്യൂറൽ തന്നെ പറയാണ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു. ഞാൻ നിന്നെപ്പോലെ വലിയവൻ അല്ല. അതായത് ഇവിടെ മലയാണ് വലുത്, സ്ക്യൂറൽ ആണ് ചെറുത്. അപ്പോൾ സ്ക്യൂറൽ പറയാണ് ഞാൻ നിന്നെപ്പോലെ വലിയവൻ അല്ല. യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ. നീ എന്നെപ്പോലെ ചെറിയതും അല്ല. നീ വലിയവനാണ്, ഞാൻ ചെറിയവനാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ. സ്പ്രൈ മീൻസ് ഒരു എനർജറ്റിക്, ലൈവ്ലി. ഈ അണ്ണാൻ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പല്ലേ, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ പറയാണ് നോട്ട് ഹാഫ് സോ സ്പ്രൈ. എൻ്റെ പകുതി പോലും എനർജറ്റിക് അല്ല നീ എന്ന് സ്ക്യൂറൽ മൗണ്ടെയിനോട് പറയാണ്. അതായത് സ്ക്യൂറലിന് എനർജറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാനൊക്കെ പറ്റും. പക്ഷെ മൗണ്ടെയിൻ എന്ന് പറയുന്നത് നിശ്ചലമാണ്, അനങ്ങാൻ പറ്റില്ലല്ലോ. അതാണ് പറയുന്നത് യു ആർ നോട്ട് ഹാഫ് സോ സ്പ്രൈ. എൻ്റെ പകുതി പോലും എനർജറ്റിക് അല്ല നീ എന്നാണ് സ്ക്യൂറൽ റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ പറയാണ് ഐ വിൽ നോട്ട് ഡെനൈ യു മേക്ക് എ വെരി പ്രെറ്റി സ്ക്യൂറൽ ട്രാക്ക്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീ ഉണ്ടാക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ, പ്രെറ്റി മീൻസ് ബ്യൂട്ടിഫുൾ, ഒരു ബ്യൂട്ടിഫുൾ സ്ക്യൂറൽ ട്രാക്ക് നീ ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്നാണ് പറയുക. അതായത് മൗണ്ടെയിൻ്റെ ഇടയിലൂടെയൊക്കെ സ്ക്യൂറൽസിനും ക്രിയേച്ചേഴ്സിനും കയറിപ്പോകാനുള്ള വഴികൾ ഉണ്ടാവില്ല. അതാണ് പറയുന്നത് നീ ഉണ്ടാക്കുന്നത് പ്രെറ്റി സ്ക്യൂറൽ ട്രാക്ക്, അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ടാലൻറ്റ്സ് ഡിഫർ. പിന്നീട് പറയാണ് കഴിവുകൾ വ്യത്യസ്തമാണ്. ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക് നെയ്തർ ക്യാൻ യു ക്രാക്ക് ആൻഡ് നട്ട്. പിന്നെ പറയുന്നത് കഴിവുകൾ വ്യത്യസ്തമാണ്. ബുദ്ധിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെപ്പോലെ ഫോറസ്റ്റുകൾ വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെപ്പോലെ നിനക്ക് നട്ട്സ് പൊട്ടിക്കാനുള്ള കഴിവും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഫോറസ്റ്റിൻ്റെ ബാക്കിലാണ്
മൗണ്ടൻസിൻ്റെ ബാക്കിലാണ് ഫോറസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഫോറസ്റ്റിനെ ക്യാരി ചെയ്യാനുള്ളൊരു കഴിവ് മൗണ്ടൻസിനുണ്ട്. പക്ഷേ ആ കഴിവ് ഒരിക്കലും സ്ക്വിറലിനില്ല. സ്ക്വിറലിൻ്റെ കഴിവ് എന്താണ്? ടു ക്രാക്ക് നട്ട്സൊക്കെ പൊട്ടിച്ച് കഴിക്കാന്നുള്ള സ്ക്വിറലിൻ്റെ കഴിവാണ്. അപ്പോൾ രണ്ടും രണ്ട് കഴിവാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്. എൻ്റെ ചുമലിൽ എനിക്ക് ഫോറസ്റ്റ് വഹിക്കാനുള്ള കഴിവില്ല. നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. പക്ഷേ എന്നെപ്പോലെ എനിക്കുള്ള കഴിവ് നിനക്കുമില്ല. അതായത് രണ്ടും രണ്ട് കഴിവാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പോം തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ജീവജാലങ്ങൾക്ക് ലോകത്ത് അവരുടേതായൊരു കഴിവുകളുണ്ട്. ആരും ആരുടെയും താഴെയല്ല, ആരും ആരുടെയും മേലെയല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഈ പോം തരുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നുള്ളതാണ് ഈ ലോകം. ഈ ലോകം ഒരാളുടേത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടേതും കൂടെയാണെന്നുള്ളൊരു മെസ്സേജും കൂടിയിട്ടാണ് ഈ പോം തരുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.